ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി, നമ്മൾ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് മൈസൂർ പാക്കെന്നോ ഗീ പാർക്കെന്നോ എന്ത് വേണേലും പറയാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ദീപാവലി സ്വീറ്റ്സിൻ്റെ ഒപ്പം കിട്ടുന്ന മെയിനായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ എത്ര നെയ്യ് ചേർക്കുന്നു അത്രയും ടേസ്റ്റാണ് ഇതിന് വരിക. അപ്പോൾ അത്രയും ടേസ്റ്റും സോഫ്റ്റൊക്കെ ആയിട്ടാണ് നമ്മൾ ഗീ പാക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന ഗീ പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അമ്മ പറഞ്ഞു തരും. നമ്മൾ ഒരു ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ഉരുക്കിയ നെയ്യ്. ഇത് നമ്മൾ മൂന്നും ഒരേ അളവിൽ തന്നെയാണ് എടുത്തത്. മൂന്നും 250 ഗ്രാം ഉണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ കടലമാവ് ചെറുതായി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് കടലമാവ് വറുത്തെടുക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കടലമാവ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമണം മാറുന്നവരെ ചെറിയ തീയിലിട്ട് സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ അതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് ഇളക്കിയെടുത്തപ്പോഴേക്കും ഇതിന്റെ പച്ചമണക്ക് നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഈ ചൂടാക്കി എടുത്ത കടലമാവ് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത് നന്നായി തരിച്ചെടുത്തിട്ടുണ്ട്. പൊടി നമ്മള് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി തരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച നെയ്യ് പകുതി ചേർക്കുകയാണ്. ഇത് ഇളം ചൂടേ ഉള്ളൂ, നല്ല ചൂട് പാടില്ല, ഇളം ചൂടേ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി വെക്കാം. അപ്പൊ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് ഇങ്ങനെ ആക്കുകയാണ്. നമ്മളിപ്പൊ പകുതി നെയ്യ് ആദ്യം ചേർത്തിട്ടുള്ളൂ. അപ്പൊ നമ്മളിതാ ഒരു പകുതി നമ്മള് നെയ്യ് ചേർത്തിട്ട് നമ്മൾ ഈ കടലമാവിലേക്ക് പകുതി നെയ്യ് ചേർത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി പകുതി നമ്മൾ നെയ്യ് മൈസൂർ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളിത് എല്ലാം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു പാത്രത്തിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. നമ്മൾ അത് ഉണ്ടാക്കിയതിനു ശേഷം നെയ്യ് തടവാൻ നിന്നാൽ അത് അപ്പോഴേക്കും കട്ട കെട്ടി പോകും. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ എല്ലാം നെയ്യൊക്കെ തടവി സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ ഈ പഞ്ചസാരയും വെള്ളം ഒഴിക്കുന്ന വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അറിയാതെ. ഇത് നമ്മൾ 1 കപ്പ് പഞ്ചസാരയും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചൊരു കപ്പ് പഞ്ചസാര അല്ലേ, അതേ കപ്പിൽ തന്നെ നമ്മൾ 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ തീ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചത്. ഒരു നൂൽ പരുവാവുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ ഏകദേശം 2 മിനിറ്റോളം തീ ഫുൾ ഫ്ലെയിമിലിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി തീ നമുക്ക് ലോ ഫ്ലെയിമിലിടാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി നന്നായി ഇളക്കി എടുത്തിട്ട് നമുക്ക് 1 നൂൽ പരുവാവുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി എടുക്കാം. 1 നൂൽ പരുവ് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഇതായതിനു ശേഷം. അപ്പൊ ഇത് 1 നൂൽ പരുവായിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ആയി വരണം. ഇതാണ് 1 നൂൽ പരുവെന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ 1 നൂൽ പരുവായതിനു ശേഷം ഇനി നമ്മൾ ഈ നെയ്യും കടലമാവും കൂടെ മിക്സ് ആക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ നിക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ബാക്കി കുറേശ്ശെ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. നന്നായി കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണേ. ഇനി നമ്മളിതിലേക്ക് ബാക്കി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മളിത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മള് നെയ്യൊക്കെ ഏകദേശം ഇത് അബ്സോർവ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യാൻ പാടില്ല, വെയിറ്റ് ചെയ്തത് കട്ടയാവും. അപ്പൊ കട്ട പിടിക്കാണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുള്ള പാത്രം എടുക്കാം കേട്ടോ. നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതൊന്നല്ല, നമ്മൾ ഇതുപോലെ ഷേപ്പാക്കി എടുത്തതാണ്. അവിടെ നിന്ന് കുറച്ചും കൂടെ തട്ടി കുറച്ച് ഷേപ്പാക്കി എടുത്തതാണ്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഇത് നമുക്ക് വെറുതെ റെസ്റ്റിന് വെക്കണം. അപ്പൊ നമ്മളിത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. നമ്മളിവിടെ സ്ക്വയർ ഷേപ്പിലായിട്ടാണ് മുറിച്ചെടുക്കുന്നത്.
അപ്പൊ നമ്മൾ എല്ലാ പീസും സ്ക്വയർ ആയിട്ട് മുറിച്ചിട്ട് നമ്മൾ ഒരു പാത്രത്തേക്ക് കമത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിസ്പ്ലേ ആയിട്ട് വെക്കാം. അപ്പൊ നമ്മൾ മൈസൂർ പാക്ക് ഇതവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മൾ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന മൈസൂർ പാക്കാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറും 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഉപയോഗിച്ചത്. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഗീ പാക്ക് തയ്യാറാക്കുന്നത്. ഇവിടെ ഗീ പാക്കൊന്നും മൈസൂർ പാക്കെന്നൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ ചിലർ ഓയിൽ ഉണ്ടാക്കുന്നതും കാണിച്ചു തരുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇതിന്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടില്ല, നമ്മൾ വാങ്ങുന്ന ടേസ്റ്റ്. അപ്പോൾ നമ്മൾ നെയ്യിലുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഇത് ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പലഹാരമാണല്ലോ. ഇതൊക്കെയല്ലേ നമ്മൾ ദീപാവലിയിലെ സ്വീറ്റ്സിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഐറ്റങ്ങളൊക്കെ. അപ്പൊ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ മിനിമം ഒരു കൂട്ടുകാർക്ക് എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ അഭിപ്രായ നിർദ്ദേശങ്ങളെ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ലഭിക്കാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി അടിച്ചാലേ ഞങ്ങൾ ഇതുപോലെ ഇടുന്ന നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പിയൂഷ് സൈനിങ് ഔട്ട്.